ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഹയർ സെക്കൻഡറിയിൽ 10th സ്റ്റുഡൻസിനെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എല്ലാവർക്കും ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റ് വളരെയധികം ബുദ്ധിമുട്ടാണ്. എങ്ങനെ പഠിക്കാം, എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എപ്പോഴും ഡൗട്ടാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് കുറയുന്ന സബ്ജക്റ്റുകളിൽ ഒന്നാണ് ഫിസിക്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഫിസിക്സ് ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ള കാര്യങ്ങൾ, അതിനുള്ള ഗൈഡൻസ് ആണ് ഈ ചാനൽ വഴി നിങ്ങൾക്ക് തരുന്നത്. ഗൈഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഫുൾ ചാപ്റ്റേഴ്സ് നമ്മളിവിടെ പഠിപ്പിക്കും. അതോടൊപ്പം തന്നെ ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ എങ്ങനെ ഈസി ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കാം. ഫിസിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നോർമലി അതിൽ കുറേ ഡെറിവേഷൻസ് ഉണ്ടാവും, കുറേ ന്യൂമറിക്കൽസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ അത് എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം, എങ്ങനെ ഈസി ആയിട്ട് ഡെറിവേഷൻസ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിക്കാം. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനും ഫിസിക്സ് വളരെ നന്നായിട്ട് പഠിക്കാം. എന്ത് ചെയ്താൽ ആ ഫിസിക്സ് എന്നുള്ള വിഷയത്തിനോട് ഒരു ഇഷ്ടം വരണം. ഒരു ഡെറിവേഷൻ, ഫിസിക്സിന്റെ ഒരു ഡെറിവേഷൻ പഠിക്കുമ്പോൾ എങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കാം. ഒരു ചെറിയ ഡെറിവേഷൻ ആണെങ്കിൽ പോലും നമുക്കറിയാം അതിനുള്ളിൽ ഒരു 7-8 ലൈൻസ് അല്ലെങ്കിൽ 7-8 കാര്യം സെന്റൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലായിരിക്കും നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഈ 8 സ്റ്റെപ്പും എങ്ങനെ ഓർത്തിരിക്കാം, എല്ലാം മെമ്മറൈസ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങൾ അത് മൊത്തം മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റിനോട് ഒരു ഇഷ്ടം വരുവാണെങ്കിൽ അത് എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പഠിച്ചിരിക്കുന്ന ഫിസിക്സിന്റെ ബേസിക്സ് കണക്ട് ചെയ്തിട്ട് എങ്ങനെ ഇത് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. ആക്ച്വലി മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഫിസിക്സ് എന്നുള്ള. ഇന്നിവിടെ നമ്മൾ +2 ഫിസിക്സിന്റെ 1ാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ചാപ്റ്റർ എങ്ങനെ, അതിനുള്ളിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ഏറ്റവും ആദ്യത്തെ സെക്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് പഠിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെ ഫിസിക്സ് ഈസി ആയിട്ട് പഠിക്കാമെന്ന്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു എങ്ങനെ അതിനുള്ള ഗൈഡൻസ് എങ്ങനെ കിട്ടും, എങ്ങനെ പഠിക്കാം. അപ്പോൾ അത് ആദ്യമേ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഡെയിലി ലൈഫിലെ ഓരോ സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. ആക്ച്വലി നമ്മൾ പറയുന്നത് മാത്തമാറ്റിക്സ് പോലെ തന്നെ ഡെയിലി ലൈഫിലെ എല്ലാ കാര്യങ്ങളിലും ഫിസിക്സിന്റെ കണക്ഷൻ ഉണ്ട്. നമ്മൾ എന്തൊരു കാര്യം എടുത്താൽ ഈവൻ നമ്മൾ ചിന്തിക്കുന്നതിൽ പോലും ഫിസിക്സിന്റെ കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇലക്ട്രിക്കൽ വോൾട്ടേജസ് അല്ലെങ്കിൽ പൾസസ് ആണല്ലേ നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നത്. അപ്പൊ അതിലും ഫിസിക്സിന്റെ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ പറ്റി പഠിക്കുക. അപ്പൊ നോർമലി നമുക്ക് ഇതിന്റെ സിലബസും കാര്യങ്ങളും, ഹയർ സെക്കൻഡറിയിലെ +2 സിലബസ്, അതായത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ നമ്മുടെ ചാപ്റ്റർ 1ലേക്ക് പോകാം. ഓക്കെ, ചാപ്റ്റർ 1 ഡീൽ ചെയ്യുന്നത്, ചാപ്റ്റർ 1ന്റെ പേര് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇതാണ് 1ാമത്തെ ചാപ്റ്റർ. ഈ ആക്ച്വലി ഫിസിക്സിൽ നമ്മൾ +2 ഫിസിക്സിൽ 15 ചാപ്റ്റേഴ്സ് ആണ് മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്നത്. അറൌണ്ട് 14-15 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ചാപ്റ്ററിൽ 2 ടെക്സ്റ്റുകളിലായിട്ടാണ് ഇതിനെ മൊത്തത്തിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. ആദ്യത്തെ ടെക്സ്റ്റിൽ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്, അതായത് ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയും മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയുള്ള സ്റ്റഡി. ഓക്കെ, അപ്പം അതിനുശേഷം പിന്നെ ജനറൽ ആയിട്ട് കുറെ ആറ്റം, ന്യൂക്ലിയസ്, സെമി കണ്ടക്ടേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, അനങ്ങാതിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെ? അപ്പൊ ഒരു സ്റ്റാറ്റിക് ചാർജിനെ പറ്റി അല്ലെങ്കിൽ മൂവ് ചെയ്യാത്ത ഒരു ചാർജിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ആദ്യത്തെ 7 ചാപ്റ്റർ ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് 2 ടെക്സ്റ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് അല്ലെ. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു 6-7 ചാപ്റ്റേഴ്സ് വരും. ഈ ചാപ്റ്റേഴ്സിൽ മൊത്തം ചെയ്യുന്നത് സ്റ്റാറ്റിക് ചാർജിനെ പറ്റിയും ഡൈനാമിക് ചാർജിനെ പറ്റിയുള്ള സ്റ്റഡീസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലാണ് സ്റ്റാറ്റിക് ചാർജ് കൊണ്ടുള്ള എഫക്ട്. ഈ ചാർജ് ഒരു സ്ഥലത്തേക്ക് ചെന്നാൽ, എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ അതിന് ചുറ്റും ഉണ്ടാകുന്ന എഫക്ട് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാറ്റിക് ചാർജ് എന്താണെന്ന് നോക്കാം. അപ്പൊ സ്റ്റാറ്റിക് ചാർജ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ ചാർജ് എന്താണെന്ന് പഠിക്കണം, അല്ലെ? ഇപ്പൊ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പോലെ തന്നെ ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്ററിന്റെ പ്രോപ്പർട്ടി ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ ചാർജ് നോർമലി നമുക്കറിയാം ചാർജ് എത്ര ടൈപ്പ് ഉണ്ട്, 2 ടൈപ്പ് ചാർജസ് ഉണ്ട്. എന്തൊക്കെയാണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഓക്കെ, ഈ യൂണിവേഴ്സിൽ 2 ചാർജസ് ഉണ്ട്. ഏതൊക്കെയാണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഈ ചാർജിന്റെ കുറെ പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചാർജ് റിപ്പിൽ ചെയ്യുമോ, അട്രാക്ട് ചെയ്യുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അറൌണ്ട് 600 BC-യിലാണ് ഈ ചാർജ് എന്നുള്ളൊരു കൺസെപ്റ്റ് കയറി വന്നേക്കുന്നത്. ഓക്കെ, നമുക്കതിന്റെ ഹിസ്റ്ററിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ആദ്യം ഇത് ചാർജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ചാർജ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തിരിക്കുക അതൊരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ആണ്. ഇത് എത്ര ടൈപ്പ് ചാർജ് ഉണ്ട്, +-2 ടൈപ്പ് ചാർജ് ഉണ്ട്. അപ്പൊ ഈ പ്ലസും മൈനസും ഇതിന്റെ ടൈപ്പ് ഓഫ് ചാർജ് വെച്ചിട്ട് ഇത് തമ്മിൽ അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ബേസ് പറയാം, 2 പ്ലസ് ചാർജ് ആണെന്ന് വിചാരിക്കാം. 2 സിമിലർ ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലസ് ആവാം അല്ലെങ്കിൽ 2 മൈനസ് ആവാം. ഓക്കെ,
ഈ രണ്ട് പ്ലസ് അല്ലെങ്കിൽ രണ്ട് മൈനസ്, അതായത് സിമിലർ ചാർജസ്, ഇത് എപ്പോഴും റിപ്പൽ ചെയ്യും. ഓക്കെ, അതായത് റിപ്പൽ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ചാർജ്, ഇപ്പൊ ഇത് പ്ലസ് ചാർജ് ആണോ വിചാരിക്കുക, ഇത് പ്ലസ് ആണോ വിചാരിക്കുക, ഇത് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് ഇവിടുന്ന് അകന്നു പോകും. അതായത് അട്രാക്ട് ചെയ്യപ്പെടില്ല, റിപ്പൽ ചെയ്ത് പുറത്തേക്ക് പോകും. ഓക്കെ, അപ്പൊ അതാണ് റിപ്പൽ ചെയ്യും. സെയിം ചാർജസ്, അതായത് ലൈക്ക് ചാർജസ് എപ്പോഴും റിപ്പൽ ചെയ്യും. ഇനി ഫോർ എക്സാമ്പിൾ അടുത്തത് ലൈക്ക് ചാർജസ് കഴിഞ്ഞാൽ പിന്നെ എന്താണല്ല, രണ്ട് ഡിഫറെന്റ് ചാർജസ്, ഒരു പ്ലസും മൈനസും ആണോ വിചാരിക്കുക, പ്ലസും മൈനസും ആണെങ്കിൽ എപ്പോഴും അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ചാർജ് എന്താണെന്ന് ബേസ് ഞാൻ പറഞ്ഞു, അത്ര മനസ്സിലാക്കിയിരിക്കുക. അതോടൊപ്പം തന്നെ രണ്ട് ഡിഫറെന്റ് ചാർജസ്, എന്താ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. ചാർജിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് പ്ലസും മൈനസും ആയിട്ടാണ്. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഉണ്ട്. അപ്പൊ ഈ പോസിറ്റീവും നെഗറ്റീവും ലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും, അൺലൈക്ക് ചാർജസ്, അതായത് ചാർജസ് ആണെങ്കിൽ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ഇതാണ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. രണ്ട് ടൈപ്പ് ചാർജസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് കുറെ കാര്യങ്ങൾ ഇതിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ തൽക്കാലം നമുക്ക് എങ്ങനെയാണ് ഒരു ചാർജ് കിട്ടുന്നത്, അല്ലെ? ചാർജ് എന്ന് പറഞ്ഞു, പ്ലസ് എന്നും പറഞ്ഞു, മൈനസ് എന്നും പറഞ്ഞു. എങ്ങനെയാണ് ഈ പ്ലസ് ചാർജ് കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മൈനസ് ചാർജ് കിട്ടുന്നത്, നെഗറ്റീവ് ചാർജ് കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ യൂണിവേഴ്സിലെ ഏറ്റവും ചെറിയ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ആണ്, അല്ലെ? ഒരു ഇലക്ട്രോൺ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ പറ്റി പറയണമെങ്കിൽ ആദ്യം ഇലക്ട്രോൺ എന്താണെന്നും ചാർജ് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇലക്ട്രിക് ചാർജസ് എന്താണെന്ന് അറിയാം, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഏറ്റവും ചെറിയ ചാർജ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? 1.6 × 10⁻⁻19 കൂളം. അതായത് 1 കൂളം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വാല്യൂവാണ്. അപ്പൊ നോക്കിയാൽ ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻⁻19. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിൽ കിട്ടുന്ന ഏറ്റവും ചെറിയ ചാർജ്. ഇതിൽ താഴ്ന്ന ഒരു ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സിമിലർലി നമുക്കറിയാം പ്രോട്ടോണിന്റെ ചാർജ് എത്രയാണ്? ഈ സെയിം തന്നെ, ഇത് നെഗറ്റീവ് ആണെങ്കിൽ പ്രോട്ടോണിന് 1.6 × 10⁻⁻19 അറൌണ്ട് 1.6 × 10⁻⁻19 കൂളം പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് പോസിറ്റീവ് ചാർജിന്റെ സൈഡിലേക്ക് നിൽക്കുന്നത്. നമുക്കറിയാം ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും അറേഞ്ച്മെന്റ് നമുക്കറിയാം. ഒരു ആറ്റത്തിനുള്ളിൽ എല്ലാവരും കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെ? എന്താണ്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് പ്രോട്ടോൺ നിൽക്കുന്നത്, അല്ലെ? പോസിറ്റീവ് ചാർജ് നിൽക്കുന്നത്. അതോടൊപ്പം ഇലക്ട്രോൺ എവിടെയാണ് നിൽക്കുന്നത്? ന്യൂക്ലിയസിൽ നിന്ന് പുറത്ത് ഒരു ഓർബിറ്റുകളിലായിരിക്കും എന്ത് നിൽക്കുന്നത്? ഇലക്ട്രോൺസ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് നോക്കി, ന്യൂക്ലിയസിൽ നിന്ന് കുറച്ച് അകന്നാണ് ഇലക്ട്രോൺസ് നിൽക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺസ് ഇവിടെ റിവോൾവ് ചെയ്യാൻ ഓർബിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസ് നിൽക്കും. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിന്റെ ഉള്ളിലും ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞ നെഗറ്റീവ് ചാർജ് ന്യൂക്ലിയസിന് പുറത്ത് ഓർബിറ്റിലും ആയിരിക്കും നിൽക്കുന്നത്. ഇതാണ് ഒരു ന്യൂക്ലിയസിന്റെ ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നെഗറ്റീവ് ചാർജ് തരുന്ന ആരാ? ഈ ഇലക്ട്രോൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് മെറ്റീരിയലിലേക്ക് വരാം. ഇപ്പൊ ഞാനൊരു സ്പെറിക്കൽ ഷേപ്ഡ് കണ്ടക്ടർ എടുക്കാം. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിലേക്ക് വരുവാട്ടോ, മെത്തേഡ് ഓഫ് ചാർജിങ്ങിലേക്ക് വരുവാണ്. എങ്ങനെ ചാർജ് ചെയ്യാം, എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എങ്ങനെ കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എന്റെ ഒരു മെറ്റാലിക് ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു മെറ്റലിന്റെ, ഒരു അയണിന്റെ ബ്ലോക്കാണ്. കാസ്റ്റ് അയൺ ആണെന്ന് വിചാരിക്കാം, അയൺ ബ്ലോക്ക് ആണ്. ഈ അയൺ ബ്ലോക്കിന്റെ ടോട്ടൽ ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ചാർജ് 0 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. നമ്മുടെ അടുത്തുള്ള എല്ലാ ഒബ്ജക്റ്റുകളും, നമ്മുടെ കയ്യിലുള്ള ഏത് ടൈപ്പ് മെറ്റൽ ഒബ്ജക്റ്റുകൾ എടുത്താലും അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് അതിനുള്ളിൽ ചാർജ് ഇല്ല എന്നല്ല. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. ദാറ്റ് മീൻസ് അതിനുള്ളിൽ പ്രോട്ടോൺസും ഉണ്ട്, ഇലക്ട്രോൺസും ഉണ്ട്. ലാർജ് നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇതിന് ചാർജ് ഇല്ല, അല്ലെങ്കിൽ ഇത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണ് ന്യൂട്രൽ ആവുന്നത്? ഇതിന്റെ ഉള്ളിലെ, സപ്പോസ് ഇതിന്റെ ഉള്ളിൽ 1000 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതേ സെയിം എമൗണ്ട് തന്നെ എന്തുണ്ടാവും? പ്രോട്ടോൺസും ഉണ്ടാവും. അപ്പൊ നോക്കി, 1000 ഇലക്ട്രോൺസിന്റെ ചാർജ് എത്രയാ? 1000 ഇലക്ട്രോൺസിന് 1000 ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺ. അത് ഞാൻ ഈ എഴുതുന്നു, 1000 × E മൈനസ് എഴുതി. ഓക്കെ, അത്രയും നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഓക്കെ, പ്രോട്ടോണിന്റെ ചാർജ് എത്രയാണ്? 1000 ഇൻറ്റു അത്രയും ഈ പ്ലസ് എഴുതി, പോസിറ്റീവ് പ്രോട്ടോൺ. ഓക്കെ, പ്ലസ് ഇത്രയും പോസിറ്റീവ് ചാർജ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എഴുതുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ നെറ്റ് ചാർജ് നോക്കിയേ എത്രയാ? ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 കിട്ടും, ഇല്ലേ? അത് ഇലക്ട്രിക്. അപ്പൊ ഈ യൂണിവേഴ്സിലുള്ള ഒബ്ജക്റ്റുകൾ, മെറ്റലിന്റെ അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലെല്ലാം അതെന്തായിരിക്കും? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒബ്ജക്റ്റിനെ എങ്ങനെ ചാർജ് ആക്കാം? മെത്തേഡ് ഓഫ് ചാർജിങ്ങിനെ പറ്റി പറയാൻ പോവാണ്. നോർമലി 3 മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആണുള്ളത്. അതായത് മെത്തേഡ് ഓഫ് ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്ട്, ഞാൻ പറഞ്ഞു എല്ലാ ഒബ്ജക്റ്റുകളും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, അല്ലെ? ഇപ്പൊ എന്റെ മാർക്കർ ഉണ്ട്, ഈ മാർക്കർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഇതിന് പോസിറ്റീവ് ചാർജും ഇല്ല, നെഗറ്റീവ് ചാർജും ഇല്ല. എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ചാർജ് ഇല്ല എന്നല്ല, അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു.
ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ, ഇതിനെ ചാർജ് ചെയ്യുക, ദാറ്റ് മീൻസ് ഇലക്ട്രിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ ഇലക്ട്രിഫൈഡ് ആക്കി മാറ്റുക, അതായത് ഇതിനെ ചാർജിലാക്കി മാറ്റുക. ഒന്നിൽ പോസിറ്റീവ് ചാർജിലാക്കി മാറ്റാം, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിലാക്കി മാറ്റാം. എങ്ങനെ ഇതിനെ ചാർജിലാക്കി മാറ്റാം എന്നുള്ള മെത്തേഡ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഓക്കെ, മെത്തേഡ്സ് ഓഫ് ചാർജിങ്ങിന്റെ മെത്തേഡാണ്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഓക്കെ, ഇതിന്റെ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം എങ്ങനെയായിരിക്കും ചാർജ് ചെയ്യുന്നത്. ഫ്രിക്ഷൻ ഉണ്ടാവുന്ന എപ്പോഴാണ്? രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ മാർക്കർ ഉണ്ട്, എന്റെ കൈ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് തമ്മിൽ എങ്ങനെയാണ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്? ഇത് തമ്മിൽ കോണ്ടാക്റ്റിൽ വന്ന് ഇരുന്നാൽ മാത്രം ഫ്രിക്ഷൻ ഉണ്ടാവും? ഇല്ല. എന്താണ്? ഇത് മൂവ് ചെയ്യണം അല്ലെ? ഇത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് രണ്ട് തമ്മിൽ കോണ്ടാക്റ്റിൽ സർഫസുകൾ തമ്മിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ റബ്ബ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെ? ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഇതിൽ ഒരു ഒബ്ജക്ട് പോസിറ്റീവ് ചാർജും മറ്റൊരു ഒബ്ജക്ട് നെഗറ്റീവ് ചാർജുമായിട്ട് മാറും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പം എന്റെ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ അത് ഒരു PVC പൈപ്പാണ്, ഇതൊരു PVC ആണെന്ന് വിചാരിക്കുക, പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്റെ ഒരു കോട്ടൺ മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, കോട്ടൺ ബൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഈ കോട്ടൺ ബൂളിനെ PVC വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്തു. ഓക്കെ, ഞാൻ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്ലാസ്റ്റിക് മെറ്റീരിയൽ നെഗറ്റീവ്ലി ചാർജ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്, ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഹെയറിൽ പ്ലാസ്റ്റിക്കിന്റെ സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് പേപ്പറിന്റെ ബിറ്റ്സ് കൊണ്ടിടും. എന്നിട്ട് അത് ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ പേപ്പറിന്റെ ബിറ്റ് ഇതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന കാണാം ഇല്ലേ? ബിറ്റ് ഇങ്ങനെ അട്രാക്ട് ചെയ്യും. അത് എന്തുകൊണ്ടാണ് അട്രാക്ട് ചെയ്യുന്നത്? നോർമലി ഇപ്പൊ ഇത് കോമ്പാണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്റെ ഹെയറിൽ റബ്ബ് ചെയ്യുന്നു. ആ എക്സ്പെരിമെന്റ് വെച്ച് തന്നെ പറയാം, അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇത് കോമ്പാണ്, ഞാൻ ഇതിന്റെ കയ്യിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നു, അതിന്റെ ഹെയറിൽ റബ്ബ് ചെയ്യും. റബ്ബ് ചെയ്യുന്ന അവസ്ഥ വിടും, നമുക്ക് ആദ്യം ചെയ്യാത്ത അവസ്ഥ നോക്കാം. ഓക്കെ, റബ്ബ് ചെയ്യുന്നില്ല, ഇത് വെറുതെ ഇരിക്കുന്നു. ഇത് പേപ്പർ ബിറ്റ്സ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ പേപ്പർ ബിറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇത് പേപ്പർ ബിറ്റിന് ഒന്നും സംഭവിക്കുന്നില്ല, കാരണം അത് അവിടെ തന്നെ ഇരിക്കും, കോണ്ടാക്ട് കൊണ്ടുവരുന്നില്ല, അല്ലാതെ തന്നെ ഒന്നും സംഭവിക്കുന്നില്ല. അന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് ഒരു എഫക്ട്, ഇതിന്റെ ഉണ്ടായിരുന്ന സ്റ്റേറ്റിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടല്ല ഈ പേപ്പർ ബിറ്റിൽ ഒരു എഫക്റ്റും സംഭവിക്കാത്തോ. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്യും? ഇതിനെ ഹെയറിൽ റബ്ബ് ചെയ്യുന്നു. ഓക്കെ, റബ്ബ് ചെയ്ത് നല്ലപോലെ റബ്ബ് ചെയ്തതിനു ശേഷം ഈ പേപ്പറിന് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാം ഈ പേപ്പർ ബിറ്റ് ഇങ്ങോട്ട് കയറി വന്നതിനെ അട്രാക്ട്, അതായത് ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇത് മുകളിലേക്ക് പൊങ്ങി വരും, ഇതിലേക്ക് വരുന്നു. ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മുകളിലേക്ക് പൊങ്ങി വരണമെങ്കിൽ, ഇതിനടുത്തേക്ക് വരണമെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന് അറിയണ്ടേ? ഓക്കെ, ഈ പ്രത്യേകതയാണ് ഇതിനുള്ളിൽ കിട്ടി. അപ്പൊ ഇതിന് എന്തോ സംഭവിച്ചു അല്ലെ? ആ സംഭവിച്ച കാര്യമാണ് ഇത് ചാർജ്ഡ് ആയിട്ട് മാറി എന്നുള്ളത്. ഓക്കെ, ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറുന്നത് കൊണ്ടാണ് ഇതിനെ ഇങ്ങനെ അട്രാക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറുന്നത്? അപ്പൊ ഞാൻ എന്താ ഇതിൽ ചെയ്തത്? ഇത് കോമ്പാണെന്ന് വിചാരിക്കുക. ഈ കോമ്പ് എന്താ ചെയ്തത്? എന്റെ ഹെയറിൽ റബ്ബ് ചെയ്തു. റബ്ബ് ചെയ്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഇത് ചാർജ്ഡ് ആയിട്ട് മാറിയത്. ഓക്കെ, ഇത് എങ്ങനെ ചാർജ്ഡ് ആയിട്ട് മാറും? അപ്പൊ ഇതിനെ ചാർജിലാക്കി മാറ്റി. ആ മെത്തേഡ് എങ്ങനെ ചാർജിലാക്കി മാറ്റിയത്? ഞാൻ റബ്ബ് ചെയ്താണ് മാറ്റിയത്. അതുകൊണ്ടാണ് ഇതിനെ മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനെ എങ്ങനെ ചാർജിലായിട്ട് മാറും എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് എന്റെ കോമ്പാണെന്ന് വിചാരിക്കാം. ഓക്കെ, കോമ്പാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഒരു കോട്ടൺ പീസ് ഇവിടെ ഉണ്ട്, ഈ കോട്ടൺ പീസിലാണ് റബ്ബ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോട്ടൺ പീസിൽ കോമ്പ് വെച്ചിട്ട് ഞാൻ റബ്ബ് ചെയ്യുന്നു. അപ്പം ഈ കോമ്പിന് ചാർജ് കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിന് നെഗറ്റീവ് ചാർജാണ് കിട്ടിയെന്ന് വിചാരിച്ചോളാം. അപ്പൊ ഞാൻ ഇതിന് എങ്ങനെ ഏത് ചാർജാണ് കിട്ടുന്നതെന്നുള്ള ആ സീരീസ് ഓർഡർ ഒക്കെ പറഞ്ഞു തരാം. ഓക്കെ, അതിന് മുമ്പ് ഇതിന് നെഗറ്റീവ് ചാർജാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. എന്തുകൊണ്ട് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു? ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് റബ്ബ് ചെയ്യുമ്പോൾ ഇതിലെ ഇലക്ട്രോൺസ്, ഈ സിൽക്ക് എന്നുള്ള അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്തിലെ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്? നോർമലി വെറുതെ കോണ്ടാക്ട്, ഈ കോമ്പിനെ വെറുതെ ഇതുമായിട്ട് കോണ്ടാക്ട് കൊണ്ടുവച്ചാൽ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യത്തില്ല. പകരം എന്ത് ചെയ്തപ്പോഴാണ്? റബ്ബ് ചെയ്തപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്തത്. എന്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഇതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ വെറുതെ നമ്മൾ തിയറി വായിച്ചു പഠിക്കുമ്പോൾ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആവുന്നു, അതുകൊണ്ട് നെഗറ്റീവ് ചാർജ് കിട്ടിയെന്ന് പഠിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചാർജ് കിട്ടിയത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതാണ് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് നോക്കിയേ, ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കറിയാം, ഈ സർഫസിൽ തൊട്ട് വെക്കുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യുന്നു, ഇതൊന്ന് ചെറുതായിട്ട് ചൂടാവുന്ന കാണാം അല്ലെ? അതായത് ഈ എന്റെ കൈനറ്റിക് എനർജി കൊടുത്തിട്ടാണ് ഞാൻ ഇതിനെ റബ്ബ് ചെയ്യുന്നത് അല്ലെ? എന്റെ എനർജി കൊടുത്തിട്ടാണ് ഞാൻ ഇതിനെ റബ്ബ് ചെയ്യുന്നത്. അപ്പൊ റബ്ബ് ചെയ്യുമ്പോൾ ആ എനർജി കാരണം ഈ സർഫസിൽ ഫ്രിക്ഷനും കാരണം എന്ത് ജനറേറ്റ് ചെയ്യും? ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഈ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഇവിടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞേക്കാം അല്ലെ? ആ ഹീറ്റ് ഇവിടുത്തെ ഇലക്ട്രോൺസ് വലിച്ചെടുക്കും. അതായത് ഈ സിൽക്ക് പീസിലെ ഇലക്ട്രോൺസ് ആ ഹീറ്റിനെ എടുക്കും. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ എന്ത് സംഭവിച്ചു? ഇലക്ട്രോണിന് കുറച്ച് എനർജി കിട്ടി. ഓക്കെ, അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ
ഇതിന്റെ ഫീൽഡിൽ, അതായത് ഈ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോൺസിന് പുറത്ത് കിടക്കണം. അതായത് ഞാൻ പറഞ്ഞായിരുന്നു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ന്യൂക്ലിയസിലേക്ക് ഒരു ബൈൻഡിങ് എനർജി എപ്പോഴും ഇലക്ട്രോൺസിന് ഉണ്ടാവും. അപ്പം ഈ ബൈൻഡിങ് എനർജീനെ ഓവർകം ചെയ്ത് ഇലക്ട്രോണിന് പുറത്തു പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പോകണമെങ്കിൽ എന്ത് വേണം? അതിന് ഇതിനേക്കാൾ എനർജി വേണം. ഇത്രേ ഉള്ളൂ. ഇലക്ട്രോൺ ഇതിനെ പിടിച്ച് ഇങ്ങനെ വലിച്ചു നിർത്തിക്കുക. ഓക്കെ, സോറി, ന്യൂക്ലിയസ് ഇതിനെ പിടിച്ച് ഇങ്ങനെ വലിച്ചു നിർത്തിക്കുക. എന്തിനെ? ഇലക്ട്രോണിനെ ഇതിനെ ഇങ്ങോട്ട് പിടിച്ച് വലിച്ചു നിർത്തിയേക്കാണ്. അപ്പൊ ഈ ഇലക്ട്രോണിന് പുറത്തു പോകാൻ ആഗ്രഹം എന്ത് ചെയ്യണം? ഈ വലിച്ചു പിടിച്ചേക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു എനർജി കൊടുക്കണ്ടേ പുറത്തേക്ക്? ഓക്കെ, ആ എനർജി എവിടുന്നാ കിട്ടുന്നത്? ഞാനിപ്പോ റബ്ബ് ചെയ്തപ്പോ ഇതിന് ഹീറ്റ് എനർജി കിട്ടി. ഓക്കെ, ഈ ഹീറ്റ് എനർജി എടുത്തിട്ട് എന്ത് ചെയ്തു? ഇലക്ട്രോൺ പുറത്തേക്ക് ചാടും. പുറത്തേക്ക് ചാടുമ്പോൾ എങ്ങോട്ടാ പോകുന്നത്? ഈ കോമ്പിലേക്കാണ് വരുന്നത്. അപ്പൊ നോക്കിയേ, കോമ്പിലേക്ക് എന്ത് സംഭവിച്ചു? ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് പോയി കോമ്പിലേക്ക് വന്നു, അതായത് പ്ലാസ്റ്റിക് മെറ്റീരിയലിലേക്ക് വന്നു. ഇനി നമുക്ക് ഇത് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇനിഷ്യലി കോമ്പിൽ ഞാൻ പറഞ്ഞു ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എല്ലാ ഒബ്ജക്റ്റുകളും അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഇത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അതായത് ഇതിനകത്ത് ഇപ്പം ഒരു 100 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 100 നെഗറ്റീവ് ചാർജ്, 100 യൂണിറ്റ് നെഗറ്റീവ് ചാർജ്. ഇനി എടുക്കുക, ഇതിനുള്ളിൽ ഒരു 100 യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെങ്കിൽ 100 ഒന്നും അല്ലാട്ടോ, മില്യൺസ് ഓഫ് ഇലക്ട്രോൺസ് വരും. അപ്പൊ നമുക്ക്, പക്ഷെ നമ്മൾ എക്സാമ്പിളിന് വേണ്ടി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഒരു 100 ഇലക്ട്രോൺസ് ഉണ്ട്, 100 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പൊ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. പക്ഷെ നോക്കിയേ, അപ്പൊ ഇതിന്റെ ടോട്ടൽ ചാർജ് എത്രയാണ്? നെറ്റ് ചാർജ് ഇതിനെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 100 അല്ലെ, 100 മൈനസ് 100 ഇസ് ഈക്വൽ ടു 0. അപ്പൊ നെറ്റ് ചാർജ് എത്രയാ? 0 വന്നു അല്ലെ. ഇനി നോക്കിയേ, ഒരു ഇലക്ട്രോൺ വന്നു, അഡീഷണൽ വന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? ഈ 100ന്റെ കൂടെ ഒരു ഇലക്ട്രോൺ കൂടി വന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ഇതിന്റെ കൂടെ ഒരു ഇലക്ട്രോൺ വന്ന് ആഡ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? നെഗറ്റീവ് ചാർജ് എത്രയായിട്ട് മാറി? ഇവിടുത്തെ നെഗറ്റീവ് ചാർജ്, പ്ലസ് ചാർജ് എത്രയുണ്ട്? 100 തന്നെയുണ്ട് അല്ലെ. നെഗറ്റീവ് ചാർജ് എത്രയുണ്ട്? മൈനസ് 101. എത്ര കിട്ടി? -1. ഇപ്പൊ നോക്കിയേ, ഇതിനെന്താ സംഭവിച്ചേ? നെറ്റ് ചാർജ് എത്രയായിട്ട് മാറി? -1 ആയിട്ട് മാറി. അതായത് -1 എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ഇലക്ട്രോണിന്റെ ചാർജ് കിട്ടി എന്ന് വിചാരിക്കും. അപ്പൊ ഒരു ഇലക്ട്രോൺ വന്നപ്പോ എന്ത് സംഭവിച്ചു? ഒരു നെഗറ്റീവ് ചാർജ് കിട്ടി. ഓക്കെ, ഇലക്ട്രോൺ വന്നപ്പോ എന്ത് ചാർജ് കിട്ടിയത്? നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പൊ അത് ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടെ ഇനിഷ്യലി ഇവിടെ ഒരു 50 ഇലക്ട്രോൺസ്, 50 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസും ഇവിടെ 50 യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഇലക്ട്രോണിൽ നിന്നല്ലേ ഒരെണ്ണം പുറത്തേക്ക് പോയേക്കുന്നത് അല്ലെ. അപ്പൊ ഈ 50ൽ നിന്ന് ഒരെണ്ണം പോയി. അപ്പൊ എത്ര വന്നു? അപ്പൊ നെറ്റ് ചാർജ് ഇവിടെ എത്രയായിരുന്നു? 0 ആയിരുന്നു. ദാറ്റ് മീൻസ് 50 മൈനസ് 50 ഇസ് ഈക്വൽ ടു 0 അല്ലെ, ഇനിഷ്യൽ സ്റ്റേറ്റ്. അപ്പൊ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു. അത് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഇലക്ട്രോൺ 50 എന്നുള്ളത് 1 കുറഞ്ഞു. അപ്പൊ എത്രയായി? -1 ചെയ്യണം അല്ലെ. അപ്പൊ എത്രയായിട്ട് മാറി? 49 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര വരും? 50. അപ്പൊ മൈനസ് ചാർജ് എത്രയായി? 50ൽ നിന്ന് 1 കുറഞ്ഞു. അപ്പൊ എത്ര? 49. പ്രോട്ടോൺസ് 50 തന്നെ. അപ്പൊ ഇത് 50 മൈനസ് 49. റിസൾട്ടന്റ് ചാർജ് എത്ര വന്നു? 50 മൈനസ് 49 എത്ര കിട്ടി? +1 ചാർജ്. അപ്പൊ നോക്കിയേ, എന്താ സംഭവിച്ചത്? ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് പോയപ്പോ രണ്ട് മെറ്റീരിയലിൽ മാറ്റം സംഭവിച്ചു. എന്താ? ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് കിട്ടി, അതേസമയം ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു പോസിറ്റീവ് ചാർജും കിട്ടി. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് നെഗറ്റീവ് ചാർജ് കിട്ടുന്നത്? ഓക്കെ, എങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്? പോസിറ്റീവ് ചാർജ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നും വന്ന് ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞ ചാർജ് ഇങ്ങോട്ടേക്ക് വരുന്നതല്ല, അതായത് സിലിക്കിലേക്ക് വരുന്നതല്ല. എന്തുകൊണ്ടാണ് പോസിറ്റീവ് കിട്ടുന്നത്? ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ടാണ്. അതായത് ഇലക്ട്രിക്കലി ന്യൂട്രൽ അവസ്ഥയായിരുന്നു, അതിനകത്തും ഒരു നെഗറ്റീവ് പോയി. അപ്പൊ എന്ത് സംഭവിച്ചു? ഒരു പോസിറ്റീവ് എക്സസ് ആയി. അങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്. ഇവിടെ എന്ത് സംഭവിച്ചു? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരുന്ന കുറെ നമ്പേഴ്സ് ഓഫ് ഇലക്ട്രോണിന്റെ കൂടെ ഒരു ഇലക്ട്രോൺ എക്സസ് വന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? നെറ്റ് ചാർജ് ഒരു നെഗറ്റീവ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഞാനിപ്പോ ചാർജ് ആവുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽ തമ്മിലാണ് റബ്ബ് ചെയ്യുന്നത്, അത് റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എന്താ കോമ്പ് നെഗറ്റീവ് ചാർജ് ആയി, പോസിറ്റീവ് ചാർജ് ആയി. അപ്പൊ ഇതിനൊരു സീരീസ് ഉണ്ട്, ഇതിനൊരു ഓർഡർ ഉണ്ട് എങ്ങനെയാണ് ചാർജായിട്ട് മാറുന്നത്. ഇതിന്റെ ഓർഡറിനെ പറ്റിയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇതുണ്ട്. എങ്കിലും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് നമുക്കിപ്പം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ലക്ഷ്യം അല്ലെ. അപ്പൊ എങ്ങനെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം, തരുന്ന എക്സാമ്പിൾസിൽ നിന്ന് ഏതാണ് പോസിറ്റീവ് ചാർജ് ഏതാണ് നെഗറ്റീവ് ചാർജ് ആവുന്നത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അതിനിപ്പോ ഞാൻ നിങ്ങൾക്ക് രണ്ട് കോളം വരയ്ക്കാം. ഇത് കോളം 1ഉം ഇത് കോളം 2ഉം. ഓക്കെ, രണ്ട് കോളത്തിലായിട്ട് ഡിഫറെന്റ് മെറ്റീരിയൽസ് എഴുതും. ഓക്കെ, രണ്ട് ഡിഫറെന്റ് കോളമാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മെറ്റീരിയൽസ് നോക്കാം. ഗ്ലാസ്, സിൽക്ക്, എബോണൈറ്റ്, എക്സ്പെരിമെന്റ്, ഹെയർ. നമ്മളിപ്പോ പറഞ്ഞ കാര്യം അല്ലെ, ഹെയർ. ഇനിയിപ്പോ കോളം 2ലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇവിടെ കോളം 2ല് വേറെ ഏതാണ്? സിൽക്ക്. ഓക്കെ, സിൽക്ക് നമ്മളിപ്പോ എക്സ്പെരിമെന്റ് പറഞ്ഞില്ലേ. അതിനുശേഷം ഇവിടെ പോളിയെത്തിലീൻ, സിലിക്ക, പോളിയെത്തീൻ, പിന്നെ എന്താ പറയാൻ പറ്റുന്നത് എക്സാമ്പിൾ ഹെയർ വെച്ച് നമ്മൾ കോംബ് പറഞ്ഞു അല്ലെ. കോംബ് ഇത്രയാണോ വിചാരിക്കും.
ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് കോളം. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് കോളത്തിലെ ഗ്ലാസിനെ ഞാൻ സിൽക്ക് വെച്ചിട്ട് റബ്ബ് ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പൊ സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ കോളം 2ലെ മെറ്റീരിയൽ നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ കോളം 1ലെ മെറ്റീരിയൽ ഉണ്ടാവും പോസിറ്റീവ് ചാർജ്. ഇതാണ് നമ്മുടെ സീരീസ്. ഓക്കെ, നമുക്ക് തരുന്ന എക്സാമ്പിൾസും കൂടുതലായിട്ടും ഇതിനകത്തുനിന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ നോർമലി കാണാറുള്ളൂ. അപ്പൊ നോക്കിയേ, ഗ്ലാസും സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്യുന്നത് എന്ത് സംഭവിക്കും? സിൽക്കിന് എന്ത് ചാർജ് കിട്ടും? ഏത് കോളത്തിലാണ് നോക്കുക? കോളം 2ലാണ്. എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ്. ഗ്ലാസിന് എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ്. ഹെയറും കോമ്പും തമ്മിൽ റബ്ബ് ചെയ്യുന്നു. അപ്പൊ ഇത് എന്ത് ചാർജ് കിട്ടി? കോമ്പിന് നെഗറ്റീവ് ചാർജ് കിട്ടി, മുമ്പ് പറഞ്ഞ കാര്യം. അപ്പൊ ഹെയറിന് എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. കോളം 1 എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിരിക്കും, കോളം 2 എപ്പോഴും നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു മെത്തേഡ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഈ ടേബിളിലെ രണ്ട് മെറ്റീരിയൽസ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ മുകളിലത്തെ മെറ്റീരിയൽ എപ്പോഴും പോസിറ്റീവും താഴത്തെ മെറ്റീരിയൽ എപ്പോഴും നെഗറ്റീവുമായിരിക്കും. മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ കണ്ടു. ഏതിനാണ് നെഗറ്റീവ് ഏതിനാണ് പോസിറ്റീവ് ചാർജ് കിട്ടുന്നതെന്ന് കണ്ടു അല്ലേ? അപ്പൊ ഇതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ഒബ്ജക്ട്, രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ റബ്ബ് ചെയ്തു, ഒരെണ്ണം നെഗറ്റീവ്ലി ചാർജ് ആയി, ഒരെണ്ണം പോസിറ്റീവ്ലി ചാർജ് ആയി. അതായത് നെഗറ്റീവ്ലി ചാർജ് ആവാൻ കാരണം എന്താ? അതിന് ഇലക്ട്രോൺ കിട്ടി അല്ലെ? ഇലക്ട്രോൺ കിട്ടുമ്പോൾ അതിന്റെ മാസിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ എന്റെ ഇപ്പം കോമ്പുണ്ട്, സിൽക്കുണ്ട്. ഓക്കെ, കോമ്പുണ്ട്, സിൽക്കുണ്ട്. സിൽക്കിനകത്തേക്ക് ഒരു 5 ഇലക്ട്രോൺസ് വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, 5 ഇലക്ട്രോൺ വന്നു. അപ്പൊ കോമ്പിന്റെ മാസ് കൂടുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മാസ് കൂടുമോ? നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് മാസ് എത്രയാണ്? 9.1 into 10⁻³ കിലോഗ്രാം. 1 കിലോഗ്രാമിനൊക്കെ എന്തോരം കുറവാന്ന് നോക്ക്. 0.000 up to 31 വരുന്നത് അല്ലെ? അപ്പൊ വളരെ ചെറിയ മാസാണ്. അപ്പൊ മാസിൽ വേരിയേഷൻ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോണിന്റെ മാസ് എത്ര? 9.1 into 10⁻³1. അപ്പൊ 5 ഇലക്ട്രോൺ വന്നാൽ എത്ര കിട്ടും? 5 into ഇത്രയും മാസ് ഇതിനകത്ത് ആടാവും. അപ്പൊ ഇതിനകത്ത് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു അല്ലെ? അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി മാസ് പോയി. പക്ഷെ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് മാസ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം വളരെ ചെറിയ മാസാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പൊ മാസ് ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there is മാസ് ട്രാൻസ്ഫർ. ഓക്കെ, പക്ഷെ അത് കൺസിഡറബിൾ എമൗണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ മാസ് ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. എപ്പോഴും എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ചാർജിങ് ബൈ ഫ്രിക്ഷൻ മെത്തേഡ്. അപ്പൊ എല്ലാവർക്കും ചാർജിങ് ബൈ ഫ്രിക്ഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിങ് ബൈ ഫ്രിക്ഷൻ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ മെറ്റീരിയലിന്റെ കാര്യം പറയാം. ഈ ചാർജിങ് ബൈ ഫ്രിക്ഷൻ അത് ഞാൻ കോളം 1ലും കോളം 2ലും കൊടുത്ത മെറ്റീരിയൽസിന്റെ എല്ലാം പ്രത്യേകത കണ്ടോ? ഇതെല്ലാം എന്ത് മെറ്റീരിയലാണ്? നോക്കിയേ, സിൽക്ക്, പ്ലാസ്റ്റിക് അല്ലെ, പ്ലാസ്റ്റിക്, പിന്നെ കോമ്പ് എന്ന് പറഞ്ഞു അല്ലെ, പിന്നെ ഗ്ലാസ് പറഞ്ഞു. ഇതൊക്കെ എന്ത് ടൈപ്പ് മെറ്റീരിയലാ? ഇതൊക്കെ ഇൻസുലേറ്റേഴ്സ് ആണ് അല്ലെ? ഇതിനകത്ത് ഞാൻ അയൺ റോഡോ കാസ്റ്റ് അയൺ റോഡോ അല്ലെ, സ്റ്റീലോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളെ പറ്റിയും പറഞ്ഞില്ല. നോക്കിയേ, ഇതൊക്കെ എന്താ? ഇതൊക്കെ കണ്ടക്ടേഴ്സ് ആണ്. ഇതൊക്കെ എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. നോക്കിയേ, മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എപ്പോഴും എന്തിനേ ഉള്ളൂ? ഇൻസുലേറ്റേഴ്സിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, കണ്ടക്ടേഴ്സിൽ ഒരിക്കലും മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ വരത്തില്ല. ഇതെന്തുകൊണ്ടാണ്? ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത്, എപ്പോഴും അല്ല, കുറെ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് മെറ്റൽസിനെ റബ്ബ് ചെയ്താൽ ചാർജായി മാറാത്തത്? അതിന് കാരണം ഇതാണ്. മെറ്റൽ എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സ് ആണെന്നറിയാം അല്ലെ? കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എന്താ? ഇതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിന്, ഓക്കെ, കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസിന് വളരെയധികം ബോണ്ടിങ് എനർജി വളരെ കുറവാണ്. അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. അപ്പൊ ഈ ഇതിനകത്തേക്ക് വരുന്ന ഇലക്ട്രോൺ, ഇപ്പൊ റബ്ബിംഗ് വഴി ഒരു ഇലക്ട്രോൺ വന്നു എന്ന് വിചാരിക്കാം. ഒരു ഇലക്ട്രോൺ വന്നു. ഈ വരുന്ന ഇലക്ട്രോൺ ഇവിടെ അല്ല ഇരിക്കുന്നത്. വന്നതിന് ശേഷം എന്ത് ചെയ്യും? ഇതിന് ഈസി ആയിട്ട് എങ്ങോട്ടേക്ക് വേണേലും റാൻഡം മൂവ്മെന്റ് നടത്താം. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യും? ആ സർഫസിൽ പോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ കൊടുക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കുവോ? ഒരിക്കലും ഇല്ല. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ കണ്ടക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, അപ്പൊ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഇങ്ങനെ വെച്ചേക്കുന്ന സാധനത്തിന് റബ്ബ് ചെയ്തു. അപ്പൊ നോക്കിയേ, ഇവിടെ അപ്പൊ ഇതിനകത്ത് ഇലക്ട്രോൺ കിട്ടിയില്ലെന്ന് സംശയം വരും. അങ്ങനെ വരത്തില്ല. അപ്പൊ നോക്കി, ഞാനിത് കയ്യിലാക്കി പിടിച്ച് റബ്ബ് ചെയ്യുന്നല്ലേ. ഇപ്പൊ കാസ്റ്റ് അയൺ റോഡിനെ ഞാൻ കൈ പിടിച്ച് ഇങ്ങനെ റബ്ബ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇതിൽ ഇലക്ട്രോൺ കിട്ടി. ആ കിട്ടിയ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി. നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു കണ്ടക്ടറാണ് അല്ലെ? എർത്തും ഒരു കണ്ടക്ടറാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ കിട്ടുന്ന ഇലക്ട്രോൺ റെഡിലി മൂവ്മെന്റ് നടക്കും. എന്ത് ചെയ്യും? ഇതിലെ മൂവ് ചെയ്യും. കയ്യെ വരും. കയ്യെ വന്നിട്ട് തിരിച്ച് അതങ്ങ് നിർത്തി ചെയ്ത് പോകും. മനസ്സിലായോ? അപ്പൊ അത് ചെല്ലുന്ന സ്ഥലത്ത് ഇരിക്കത്തില്ല. അതേസമയം ഒരു ഇൻസുലേറ്റർ ആയിരുന്നെങ്കിൽ വരുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും? ആ പൊസിഷനിൽ തന്നെ ഇരിക്കും. ഓക്കെ, അവിടുന്ന് അതിന് ഒരു മൂവ്മെന്റ് സംഭവിക്കത്തില്ല.
ഓക്കെ, അതുകൊണ്ടാണ് അത് ചാർജ് ആയിട്ട് മാറുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബലൂൺ അതിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റൽ സർഫസിൽ അത് എല്ലാ സ്ഥലത്തേക്കും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ അതിന് നമുക്ക് ഒരു മെത്തേഡ് ഓഫ് ഫ്രിക്ഷൻ വഴി കണ്ടക്ട് ചെയ്യാം, ചാർജിലാക്കി മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ ഇനി മെറ്റൽസ്, അതായത് കണ്ടക്ടേഴ്സിനെ എങ്ങനെ ചാർജിലാക്കി മാറ്റാം എന്നുള്ള മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു മെത്തേഡ് ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. എന്താണ്? മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻസുലേറ്റേഴ്സിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കണ്ടക്ടേഴ്സ്. അപ്പൊ കണ്ടക്ടേഴ്സിനെ എങ്ങനെ ചാർജിലാക്കി മാറ്റാം? ഓക്കെ, കണ്ടക്ടേഴ്സിനെ ചാർജിലാക്കി മാറ്റുന്ന രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നാണ് ബൈ കണ്ടക്ഷൻ, പേര് പോലെ തന്നെ ബൈ കണ്ടക്ഷൻ. സെക്കൻഡ് മെത്തേഡ് ബൈ ഇൻഡക്ഷൻ. ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണോ? ബൈ കണ്ടക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. രണ്ട് മെത്തേഡ്സ് ഉണ്ട്, കണ്ടക്ഷനും ഇൻഡക്ഷനും. ഓക്കെ, അപ്പൊ കണ്ടക്ഷൻ എന്നുള്ള മെത്തേഡ് വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് ആദ്യം അത് തന്നെ പറയാം, എന്നിട്ട് നമുക്ക് ഇൻഡക്ഷനിലേക്ക് പോകാം. ഇൻഡക്ഷൻ ഇച്ചിരി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടക്ട് ചെയ്യുക. കണ്ടക്ഷൻ എപ്പോഴും ഉണ്ടാവണമെങ്കിൽ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി ഇപ്പൊ ഒരു ബൾബ് നമ്മൾ ഇപ്പൊ നമ്മുടെ ഇവിടെ നോക്കിയ ഒരു ലൈറ്റ്, ഒരു LED ലൈറ്റ് തെളിയിക്കാം. അപ്പൊ എന്താ? ഒരു പവർ സപ്ലൈ പ്ലഗിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി എടുത്തുകൊണ്ട് വരും അല്ലെ? ഇങ്ങനെ കോപ്പർ വയർസ് വഴി പവർ സപ്ലൈ നിന്ന് കൊണ്ടുവരുന്നു, ഇവിടെ വരെ വരുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കണ്ടക്ട് ചെയ്ത് അല്ലെ ഇവിടെ വരെ വരുവാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ കറണ്ട് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് അല്ലെ? കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്, ചാർജ് ഫ്ലോ നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ കണ്ടക്ടേഴ്സും കണ്ടക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു മെറ്റൽ ആണെന്ന് വിചാരിക്കാം, ഇതൊരു മെറ്റൽ ആണ്. അപ്പൊ ഇതിനുള്ളിലെ ചാർജ് ഇങ്ങോട്ട് കൊടുക്കണം, എന്ത് ചെയ്യണം? ഇതിന് കോണ്ടാക്ട് കൊണ്ടുവരണം. കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ സംഭവിക്കും, മെറ്റൽ ആണ്, എന്താ ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യും? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇതിനുള്ളിലെ എക്സോസ് ചാർജ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, രണ്ടാമത്തെ മെറ്റീരിയലിലേക്ക് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കാം, നെഗറ്റീവ് ചാർജ് ലെസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന് കോണ്ടാക്ട് കൊണ്ടുവരണം. അപ്പൊ ചാർജ്ഡ് പാർട്ടിക്കിളിൽ നിന്ന് ചാർജ്ലെസ് പാർട്ടിക്കിളിലേക്ക് ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ ഈ നടക്കുന്ന പ്രോസസ് എങ്ങനെയാണ് ബാലൻസ്ഡ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ അതാണ് കണ്ടക്ഷൻ. ഓക്കെ, അപ്പൊ കണ്ടക്ഷൻ കഴിഞ്ഞു. അടുത്ത മെത്തേഡ് ആണ് മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ മെത്തേഡ്, അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യുന്ന മെത്തേഡാണ് കണ്ടക്ഷനും ഇൻഡക്ഷനും. അപ്പൊ രണ്ടാമത്തെ നമ്മുടെ മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഓക്കെ, ഇൻഡക്ഷൻ മെത്തേഡിന്റെ പ്രത്യേകത ഒരിക്കലും കോണ്ടാക്ട് ഉണ്ടാവില്ല. അതായത് ഫോർ എക്സാമ്പിൾ എന്റെ ഒരു സ്പീക്കർ ഉണ്ടെന്ന് വിചാരിക്കാം, ഇതിനൊരു ഒട്ടും ചാർജ് ഇല്ലാത്തൊരു സ്പീക്കറാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചാർജ് ഉള്ള പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു മെറ്റൽ പീസ് അല്ലെങ്കിൽ ഒരു മെറ്റൽ റോഡിനെ ഇവിടെ കൊണ്ടുവരുന്നു വിചാരിക്കും. ഓക്കെ, പോസിറ്റീവ്ലി ചാർജ് റോഡിനെ കൊണ്ടുവന്നു. ഈ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള റോഡിനെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ മെറ്റൽ പീസിനെ കൊണ്ടുവരുമ്പോൾ ഇതിനെ കോണ്ടാക്ട് ചെയ്യിപ്പിക്കുന്നത് വളരെ ക്ലോസ് ആയിട്ട് കൊണ്ടുവരിക. ഇതിപ്പോ ഇത്ര ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ വരച്ചതാണ്. ഓക്കെ, അപ്പൊ വളരെ ക്ലോസ് ആയിട്ട് കൊണ്ടുവന്ന് കൊണ്ട് മുട്ടിക്കരുത്. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇത് ചാർജ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മെത്തേഡ് മനസ്സിലായില്ലേ? ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ തമ്മിൽ കോണ്ടാക്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ ചെറിയ ക്ലാസ്സുകളിൽ. അപ്പൊ ഇതിലൊക്കെ എന്താ? കോണ്ടാക്ട് ഇല്ല, വളരെ ക്ലോസ് ആയിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ക്ലോസ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ കോണ്ടാക്ട് ഇല്ലാതെ തന്നെ ഇത് ചാർജ് ആയിട്ട് മാറുന്ന മെത്തേഡാണ് മെത്തേഡ് ബൈ ഇൻഡക്ഷൻ. അതായത് കോണ്ടാക്ട് ഇല്ല, കോണ്ടാക്ട് ഉള്ളതാണ് കണ്ടക്ഷൻ. കണ്ടക്ടേഴ്സ് കണ്ടക്ഷൻ വഴി കോണ്ടാക്റ്റിൽ ചാർജ് ആവും. ഓക്കെ, ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ഇല്ലാതെ ചാർജ് ആവും. ഇത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യം. മൂന്നാമത്തെ മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇൻഡക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? അപ്പൊ ഇതിന് ചാർജ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇതിനകത്ത് ഒരു ഇലക്ട്രോണും ഇല്ല, പ്രോട്ടോണും ഇല്ല എന്നാണോ? അല്ല, ഇതിനകത്ത് ഇലക്ട്രോൺസും പ്രോട്ടോണും ഉണ്ട്. അത് ഈക്വൽ നമ്പേഴ്സ് ആണ്. ഇങ്ങനെ ഇരിക്കും വിചാരിക്കാം. ഓക്കെ, ഈക്വൽ നമ്പേഴ്സ് ആണ് ഇത്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ ഇരിക്കും. നോർമൽ ഒരു സ്റ്റേബിൾ സിറ്റുവേഷനിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചാർജ് കൊണ്ടുവന്നിട്ടില്ല എന്ന് വിചാരിക്കും, ചാർജ് ഇല്ല. ഇനി ഞാൻ ചാർജ് പാർട്ടിക്കിളിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നോക്കിയേ, ഈ പോസിറ്റീവ് ചാർജ് വന്നില്ല. നമ്മൾ ആദ്യമേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും, പോസിറ്റീവും നെഗറ്റീവും അട്രാക്ട് ചെയ്യും. അപ്പൊ ഈ പോസിറ്റീവിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഇലക്ട്രോൺസിന് എപ്പോഴും ഇഷ്ടം എന്താണെന്നറിയോ? പോസിറ്റീവിന് അടുത്തേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് എപ്പോഴും എവിടെ പോയിരിക്കും? പോസിറ്റീവ് എവിടെയുണ്ടോ അതിന്റെ അടുത്തേക്ക് വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവ് ചാർജ് അടുത്ത് കൊണ്ടുപോകും. അപ്പൊ ഇലക്ട്രോൺസ് മൊത്തം എങ്ങോട്ട് പോകും? അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. ഇലക്ട്രോൺസിന് ഇഷ്ടം എങ്ങോട്ടാ? പോസിറ്റീവിന് അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വരും. അപ്പൊ ഇതിന് എന്ത് സംഭവിക്കും? ഈ സൈഡിൽ മൊത്തം എന്തായിട്ട് മാറും? അവിടെ ഇരുന്ന നെഗറ്റീവ് ചാർജ് മൊത്തം എന്ത് വന്നു? അതായത് ഇലക്ട്രോൺസ് മൊത്തം ഇവിടെ വന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, 4 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ പോസിറ്റീവ് ചാർജ് എന്ത് സംഭവിക്കും? ഇവിടെ പോസിറ്റീവ് ഉണ്ടായിരുന്നില്ല, അവിടുത്തെ ഇലക്ട്രോൺസ് എല്ലാം ഇവിടെ വന്നു. അപ്പൊ പോസിറ്റീവ് ചാർജ് എന്ത് സംഭവിക്കും? നോക്കി, ഇത് പോസിറ്റീവ്, ഇവിടെ കിടന്ന പോസിറ്റീവ് ചാർജ് എന്താ? പോസിറ്റീവും തമ്മിൽ ഒരിക്കലും അട്രാക്ട് ചെയ്യില്ല, അവർ തമ്മിൽ ഇഷ്ടമല്ല. അവരെന്ത് ചെയ്യും? അവരതിനെ റിപ്പൽ ചെയ്യും. പോസിറ്റീവിനെ അങ്ങോട്ടേക്ക് തള്ളി വിടും, റിപ്പൽ ചെയ്തു. എന്ത് സംഭവിക്കും? പോസിറ്റീവ് ഇവിടെ പോകും. പറഞ്ഞ മനസ്സിലായോ?
അതായത് ഒരേ ആൾക്കാർ നമ്മളെ പോലെ തന്നെ അല്ലെ, നല്ലപോലെ പഠിക്കുന്ന രണ്ടുപേരെ കണ്ടു കഴിഞ്ഞാൽ തോന്നും നമുക്ക് ചിലപ്പോൾ ഒരു കുശുമ്പൊക്കെ തോന്നും അല്ലെ. അതുപോലെ തന്നെയാണ് ഇതിനകത്തും ചാർജിന്റെ കാര്യം. എന്താ സംഭവിക്കുന്നത്? ചാർജ് സെയിം ചാർജാണ്, അപ്പൊ തന്നെ തള്ളിവിട്ടേ അതിന് റിപ്പൽ ചെയ്ത് വിടും. അപ്പൊ നോക്കി എന്ത് സംഭവിച്ചു? ഇവിടെ ഇരുന്ന പോസിറ്റീവ് മൊത്തം അങ്ങോട്ട് പോയി, നെഗറ്റീവ് മൊത്തം ഇങ്ങോട്ട് പോകും. അപ്പൊ നോക്കി എന്താ സംഭവിച്ചത്? ചാർജിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റം വന്നു. ഇതിനുള്ള ചാർജിന്റെ എണ്ണത്തിൽ മാറ്റം വന്നോ? പോസിറ്റീവ് നെഗറ്റീവ് പഴയ എണ്ണം തന്നെയാ, ഓക്കെ. പക്ഷെ എന്താ സംഭവിച്ചത്? ഇതിന്റെ അറേഞ്ച്മെന്റ് മാറി. പോസിറ്റീവും നെഗറ്റീവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന പൊസിഷൻ ഒന്ന് മാറ്റി. അപ്പൊ ഈ സൈഡ് നോക്കുവാണെന്ന് നോക്കി ഇവിടെ എല്ലാം നെഗറ്റീവും, ഈ സൈഡ് നോക്കുകയാണെങ്കിൽ മൊത്തം പോസിറ്റീവും. അപ്പൊ ഇതിനെ ഇലക്ട്രിക്കലി ചാർജ് ആക്കി മാറ്റി എന്ന് പറയാൻ പറ്റുമോ? ഇതിന് ചാർജ് ഉണ്ടോ? നെറ്റ് ചാർജ് എത്രയാ? നെറ്റ് ചാർജ് ഇല്ല, കാരണം ഈക്വൽ നമ്പറാണ്. പിന്നെ ഇതിനെ എങ്ങനെയാണ് ഇലക്ട്രിക്കലി ചാർജ് ആക്കി മാറ്റുന്നത്? ചാർജ് ആക്കി മാറ്റാനുള്ള മെത്തേഡാണ് എർത്ത് ചെയ്യുക എന്ന് പറയും. നമ്മൾ കേട്ടിട്ടില്ലേ, വീട്ടിലൊക്കെ എർത്ത് ചെയ്തേക്കണം. ഇതാണ് എർത്തിങ്ങിന്റെ സിമ്പിൾ, ഓക്കെ. ഇതിനെ എർത്ത് ചെയ്യും. എർത്ത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം എർത്ത് ഇഷ്ടം പോലെ ഇലക്ട്രോണിന്റെ സോഴ്സ് ആണ്, ഓക്കെ. എർത്ത് ഇഷ്ടം പോലെ ഇലക്ട്രോൺസ് വരും. വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രോൺസിനെ എടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ കൊടുക്കാം എർത്തിലേക്ക്, ഓക്കെ. അപ്പൊ എർത്തിനെ എന്ത് ചെയ്യും? നമ്മൾ എർത്തിലേക്ക് എർത്ത് ചെയ്യും. എർത്ത് ചെയ്യുമ്പോൾ സംഭവിക്കും ഇവിടെ പോസിറ്റീവ് ആണ്. ഞാൻ പറഞ്ഞു എർത്തിന് ഇഷ്ടം പോലെ ഇലക്ട്രോൺസ് എർത്തിലുണ്ട്. അപ്പൊ പോസിറ്റീവ് എന്ത് ചെയ്യും? ഇവിടുത്തെ ഇലക്ട്രോൺസിനെ എന്ത് സംഭവിക്കും? ഇതിനെ ഇങ്ങനെ റിപ്പൽ ചെയ്ത് നിർത്തിയേക്കുമല്ലേ ഈ പോസിറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജിന് എന്താ ഇഷ്ടം? ഇവിടുന്ന് കിട്ടുന്ന ഇലക്ട്രോൺസിനെ അതങ്ങ് അടുത്തേക്ക് വലിക്കും, ഇല്ലേ? കാരണം ഇത് കണ്ടക്ടർ വഴിയാണ് കണക്ട് ചെയ്തേക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഇവിടുത്തെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കയറി വരും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ എന്ത് സംഭവിച്ചു? ഇത് ന്യൂട്രൽ ആയിട്ട് മാറി, ഓക്കെ. എർത്ത് ചെയ്തപ്പോ എന്ത് ചെയ്തു? ന്യൂട്രൽ ആയിട്ട് മാറി. അപ്പൊ ഞാൻ ന്യൂട്രൽ ആയിട്ട് മാറി പിന്നെ ഞാൻ അതിനെ അവിടെ വെക്കുന്നില്ല, അങ്ങ് എടുത്ത് ഒഴിവാക്കി. ന്യൂട്രൽ ആയിട്ട് മാറി. എന്ത് സംഭവിച്ചു? ന്യൂട്രൽ ആയിട്ട് മാറിയപ്പോൾ കുറെ ഇലക്ട്രോൺസ് ന്യൂട്രൽ ആയി ബാലൻസ് എന്ത് സംഭവിച്ചു? എർത്ത് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ഇതിനെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി, ഇതിനെ എടുത്തെടുത്ത് മാറ്റി. എന്ത് സംഭവിച്ചോ? ഈ നെഗറ്റീവ് ചാർജ് ഈ പൊസിഷനിൽ നിന്ന് മാറി എല്ലാ സ്ഥലത്തും പോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ക്ലിയർ ആയി? ഇങ്ങോട്ട് വന്ന എക്സസ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ഇതിനെ എടുത്ത് മാറ്റുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എർത്ത് ചെയ്യുന്നതിന് മുമ്പ് എടുത്ത് മാറ്റരുത്. എർത്ത് ചെയ്യുന്നതിന് മുമ്പേ മാറ്റി എന്ത് സംഭവിക്കും? ഇവിടെ ഇരുന്ന നെഗറ്റീവും പോസിറ്റീവും എല്ലാം കൂടി വന്ന് പഴയ അവസ്ഥയിലേക്ക് പോകും. എർത്ത് ചെയ്യുന്നതിന് മുമ്പേ ഇവിടുത്തെ ചാർജിനെ മാറ്റി കഴിഞ്ഞാൽ, ഓക്കെ, പഴയ അവസ്ഥയിലേക്ക് പോകും. പിന്നെ അതിന് എർത്ത് ചെയ്തിട്ട് കാര്യമുണ്ടോ? എർത്ത് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല, ഓക്കെ. എർത്ത് ചെയ്തതിന് മുമ്പേ ആണെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇലക്ട്രോൺസിനെ വലിച്ചെടുക്കും, ഓക്കെ. അപ്പൊ എർത്ത് ചെയ്തതിന് ശേഷമേ ഇവിടുത്തെ ഇലക്ട്രോൺസിനെ എടുത്ത് മാറ്റാവും, ഓക്കെ. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിനെ ഇലക്ട്രിക്കലി ചാർജ് ആക്കി മാറ്റി. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, ഇതാണ് മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഒരു ചാർജിനെ അടുത്തേക്ക് കൊണ്ടുവരുന്നു, ഹൈലി ചാർജ് ആയിട്ടുള്ള സാധനത്തിന് അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഇനിയിപ്പോ 2 സ്പിയർ വെച്ചിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്, സിസ്റ്റം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഞാനൊരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവരുന്നു വിചാരിക്കാം, ഓക്കെ. അപ്പൊ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ചാർജ് അല്ല ഇവിടെ വന്നു, പോസിറ്റീവ് ചാർജ് അല്ല ഇവിടെ പോയി. ഇത് പോസിറ്റീവ് ചാർജ് ആണ്, പോസിറ്റീവ് അല്ല ഇവിടെ വന്നു. ഇവിടെ ഈ സ്പിയറിൽ എന്ത് സംഭവിക്കും? ഇവിടെ നെഗറ്റീവ് ഇങ്ങോട്ട് വരും അല്ലെ. നെഗറ്റീവ് എല്ലാം ഇവിടെ വന്നു, പോസിറ്റീവ് എല്ലാം അവിടെ പോയി. അപ്പൊ നോക്കിയാൽ ഈ ഏരിയയിൽ എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ മിക്സ് ആവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? അത് ന്യൂട്രൽ ആയിട്ട് മാറി. എന്തുണ്ട്? ഇവിടുത്തെ നെഗറ്റീവ് ചാർജും ഇവിടുത്തെ പോസിറ്റീവ് ചാർജും ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് 2 സൈഡിലായിട്ട്. അതായത് ന്യൂട്രൽ ആയിട്ട് മാറി. അപ്പൊ ഈ സ്പിയർ എന്ത് ചാർജ് ആയിട്ട് മാറി? ആ സ്പിയർ നെഗറ്റീവ്ലി ചാർജ് ആയിട്ട് മാറി. അപ്പുറത്തെ സ്പിയറോ പോസിറ്റീവ്ലി ചാർജ് ആയിട്ട് മാറി. കണ്ടോ? 2 സ്പിയർ കോണ്ടാക്ട് വെച്ചിട്ട് ഞാൻ ഈ ചാർജിനെ കൊണ്ടുണ്ടാക്കും. എന്നിട്ട് ഇത് ഓക്കെ ഇങ്ങനെയായിട്ട് മാറി. ഈ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സമയത്ത് ഞാൻ ഇതിനെ എടുത്ത് മാറ്റുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഈ കോണ്ടാക്റ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിനെ എടുത്ത് മാറ്റി എന്താ സംഭവിക്കുന്നത്? ഈ ഇങ്ങനെ മാറിയ സമയത്ത് കോണ്ടാക്ട് തന്നെയാണ് കേട്ടോ. ഇതെല്ലാം വീണ്ടും റീഅറേഞ്ച് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് പോകും ഇലക്ട്രോൺസ്, ഓക്കെ. അപ്പൊ ഇതിനെ മാറ്റുന്നതിന് പ്രത്യേകത ഉണ്ട്. എന്ത് ചെയ്യണം? ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം, എന്നിട്ടേ മാറ്റാവും. പിന്നെ ഇവിടുന്ന് ഇലക്ട്രോൺസ് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഒരിക്കലും വരാൻ പറ്റത്തില്ല, ഓക്കെ. അപ്പൊ സെപ്പറേറ്റ് ചെയ്തത് ഇവിടുത്തെ ചാർജിനെ എടുത്ത് മാറ്റിയതിനു ശേഷം വേണം, ഓക്കെ. ഇതാണ് മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ക്ലിയർ അല്ലേ? ഇൻഡക്ഷൻ മെത്തേഡ് കോണ്ടാക്ട് ഇല്ലാതെ ചാർജിലാക്കി മാറ്റാം. ഇൻഡക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓക്കെ. കുറെ കാര്യങ്ങൾ നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്, ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. എന്തൊക്കെയാണ്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, എങ്ങനെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്? 3 മെത്തേഡ്സ് ആണ്. ഏതാ? ബൈ ഫ്രിക്ഷൻ, ബൈ ഇൻഡക്ഷൻ ആൻഡ് ബൈ കണ്ടക്ഷൻ, ഓക്കെ. ഫ്രിക്ഷന്റെ പ്രത്യേകത എന്താ? അത് എപ്പോഴും ഇൻസുലേറ്ററിൽ മാത്രമേ ഉള്ളൂ, ഓക്കെ. കണ്ടക്ഷനും ഇൻഡക്ഷനോ അത് എപ്പോഴും മെറ്റലിലും അല്ലെ. അതേസമയം ഇൻഡക്ഷൻ ആണെങ്കിലോ കോണ്ടാക്ട് ഇല്ലാതെ. കണ്ടക്ഷൻ 2 ചാർജസ് 2 മെറ്റീരിയൽസ് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ, മെറ്റീരിയൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ചാർജ് ട്രാൻസ്ഫർ നടക്കുന്നതാണ് കണ്ടക്ഷൻ. മെറ്റീരിയൽ കോണ്ടാക്ട് ഇല്ലെങ്കിൽ ചാർജ് ട്രാൻസ്ഫർ നടക്കുന്നതാണ് എന്ത്? ഇൻഡക്ഷൻ മെത്തേഡ്, ഓക്കെ. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂളംസ് ലോയായിട്ട് കാണാം, ഓക്കെ. ബൈ.